ഇന്നത്തെ ടോപ്പിക്ക് SQL ഫോർ ഡാറ്റ സയൻസ്. നമ്മുടെ മോഡേൺ വേൾഡിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വി ആർ ജനറേറ്റിംഗ് ഡാറ്റ. ലൈക്ക് സ്ട്രീമിങ് എ മൂവി, അല്ലെങ്കിൽ ചെക്കിങ് വെദർ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോഴോ എല്ലാം അത് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ അസറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു സക്സസ്ഫുൾ ബിസിനസ്സിനും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഡാറ്റ സയൻസിൻ്റെ റോൾ വരുന്നത്. ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, ക്ലീനിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദിസ് മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ്. നല്ല ബെറ്റർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ കളക്ട് ചെയ്യുക, ക്ലീൻ ചെയ്യുക, അതുപോലെ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഇങ്ങനത്തെ സ്റ്റെപ്പ്, ഈ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് നമുക്ക് ഷോസ് റെക്കമെൻഡ് ചെയ്യുമ്പോഴും, അതുപോലെ ബാങ്കിൽ ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യാനും, അതുപോലെ കമ്പനീസിന്, ഇ കൊമേഴ്സ് കമ്പനീസിനൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ബൈയിങ് പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ സയൻസിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ ഡാറ്റ സയൻസിൽ തന്നെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ ഡാറ്റനെ റിട്രീവ് ചെയ്യാനും അതിൽ വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SQL യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് SQL അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഒരു സിമ്പിൾ ലാംഗ്വേജ് ആണ്. നമ്മുടെ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജാണ് SQL. അപ്പോൾ SQL യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റയിലാണ് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ റോ കോളമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റാസിലാണ് SQL നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ SQL ഫോർ ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്രൈമറി ടൂൾ ടു ആക്സസ് ഡാറ്റ ഫ്രം ലാർജ് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനും, അതുപോലെ ഈ അനാലിസിസിന് മുമ്പ് ഇതിനെ ഫിൽട്ടർ ചെയ്യാനും, ക്ലീൻ ചെയ്യാനും, ട്രാൻസ്ഫോം യൂസ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജാണ്. അതുപോലെ ഡാറ്റയിൽ നിന്ന് ഇനീഷ്യൽ പാറ്റേൺസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് 70-80% ഓഫ് ദെയർ ടൈമും അവർ യൂസ് ചെയ്യുന്നത് ഈ ഡാറ്റനെ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ SQL എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് പോപ്പുലർ ടൂളാണ് ഫോർ ഈ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളാണ് SQL എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് SQL പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ, ഇ കൊമേഴ്സ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളോട് മാനേജർ ചോദിക്കുകയാണ് നമ്മളെ ഈ ഇയറിലുള്ള 5 ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആൻസർ ഇല്ല. കാരണം നമ്മൾക്ക് മില്യൺസ് ഓഫ് സെയിൽസ് റെക്കോർഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ SQL യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്വറി വെച്ചിട്ട് നമുക്ക് ഈ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ SQL പെട്ടെന്ന് ഓരോ പല മണിക്കൂറുകൾ എടുത്തിട്ട് ഉള്ള ടാസ്കുകളും നമുക്ക് സെക്കൻഡ്സിനുള്ളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഡാറ്റ സയൻസിൽ SQL യൂസ് ചെയ്യുന്നതിൻ്റെ പവർ. ഇറ്റ് മേക്സ് ഡാറ്റ ആക്സസിബിൾ, ഫാസ്റ്റ് ആൻഡ് ആക്ഷനബിൾ. അപ്പോൾ ഇതിൻ്റെ കോർ SQL കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ക്വറി എഴുതുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്വറി എഴുതാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വറി എഴുതുക. അതിലൊന്നാമത്തതാണ് സെലക്ട് എന്നുള്ള കീവേഡ്. അതിൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് കീവേഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വേർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് എന്ന് വെച്ചാൽ കണ്ടീഷൻ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ഡാറ്റനെ എടുക്കാൻ വേണ്ടിയിട്ട് വേർ യൂസ് ചെയ്യും. അതുപോലെ ഓർഡർ ബൈ, റിസൾട്ട്സിനെ സോർട്ട് ചെയ്യാൻ അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ ഒക്കെ സോർട്ട് ചെയ്യാൻ ഓർഡർ ബൈ യൂസ് ചെയ്യും. അതുപോലെ ഗ്രൂപ്പ് ബൈ പ്ലസ് അഗ്രഗേറ്റ്സ് ഉണ്ട്. സമ്മറൈസസ് ദ ഡാറ്റ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. വെച്ചാൽ സമ്മ് കാണാൻ, ആവറേജ് കാണാൻ, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് കാണാൻ കൗണ്ട് യൂസ് ചെയ്യും. അതുപോലെ വേറൊന്നുള്ളത് ജോയിൻ, ഡാറ്റനെ മൾട്ടിപ്പിൾ ടേബിൾസിലുള്ള ഡാറ്റനെ കമ്പൈൻ ചെയ്യാൻ ജോയിൻ യൂസ് ചെയ്യും. അപ്പോൾ ഈ കീവേഡ്സ് ഒക്കെ നമ്മൾ ക്വറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് SQL പഠിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ SQL ഫോർ ഡാറ്റ സയൻസിൻ്റെ യൂസ് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇ കൊമേഴ്സ് കമ്പനീസിലാണെങ്കിൽ കസ്റ്റമർ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ, അതുപോലെ ബാങ്ക് ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ സ്പോട്ട് ചെയ്തിട്ട് ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയറിൽ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ SQL യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റനെ റിട്രീവ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് SQL എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ടേണിങ് ഡാറ്റ ഇൻ ടു ഇൻസൈറ്റ്സ് ആണെങ്കിൽ ഇത് പോസിബിൾ ആവണമെങ്കിലുള്ള ഒരു ബ്രിഡ്ജാണ് SQL എന്ന് പറയുന്നത്. അപ്പോൾ അത് ലേൺ ചെയ്യാൻ സിമ്പിളാണ്. അതുപോലെ തന്നെ
മില്യൺസ് ഓഫ് റെക്കോർഡ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ SQL വെച്ചിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു ഡാറ്റാ സയൻസ് ജേർണി നമുക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് SQL ആണ് നമുക്ക് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് എസെൻഷ്യൽ സ്കിൽ ടു മാസ്റ്റർ. താങ്ക് യു.